നമസ്കാരം. നമസ്കാരം. റിപ്പോർട്ടർ ടിവിയിലെ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി ചാനലിൽ നിന്ന് രാജിവെച്ച വാർത്തയാണ് ഇപ്പോൾ മാധ്യമലോകത്തെ ചർച്ചാ വിഷയം. അനിൽ അയ്യൂരിന്റെ നേതൃത്വത്തിൽ പുതുതായി ആരംഭിക്കുന്ന ബിഗ് ടിവിയിലേക്കാണ് സുജയ പാർവതിയുടെ ചുവടുമാറ്റം. കഴിഞ്ഞ ഒരാഴ്ചയായി സുജയ അവധിയിലായിരുന്നു. നേരത്തെ 24 ന്യൂസ് ചാനലിൽ നിന്നും രാജിവെച്ച ശേഷമാണ് റിപ്പോർട്ടറിലേക്ക് എത്തിയത്. അപ്പൊ അവള് നിങ്ങളുടെ പോയോ? തമാശ വേണ്ട. പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? വേറൊന്നുമില്ല. റിപ്പോർട്ടർ ടിവിയെ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മാധ്യമപ്രവർത്തകയാണ് സുജയ. വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് വെച്ചുണ്ടല്ലോ. ഇതാണ് വലിയ ഇല്ലാത്തതും കൈ നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ബിഗ് ടിവിയുടെ വരവോടെ മലയാളം വാർത്താ ചാനൽ രംഗത്ത് കൂടുമാറ്റം ശക്തമായിരിക്കുകയാണ്. സുജയ പാർവതി മാത്രമല്ല, റിപ്പോർട്ടർ ടിവിയിലെ 19ഓളം മാധ്യമപ്രവർത്തകർ ബിഗ് ടിവിയിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് വിവരം. കാശ് കൂടുതൽ കൊടുത്താൽ ഈ നിൽക്കുന്ന മഞ്ചുളം വരെ അങ്ങോട്ട് പോയെന്നിരിക്കും. നീ പോടാ. അങ്ങനെ പോയാൽ നിന്നെ ഞാൻ പിന്നെ വച്ചിക്കല. അയ്യോടാ. അനിൽ അയ്യൂരിന്റെ നേതൃത്വത്തിൽ ബിഗ് ടിവിയിൽ വലിയൊരു ടീം തന്നെയാണ് അണിനിരക്കുന്നത്. ഒരു പെണ്ണ് എന്തെങ്കിലും തോന്നിയാസം കാണിക്കുമ്പോഴേക്കും അതിന്റെ പോയി പണിയെടുത്ത് ജീവിക്കണോ? ഉണ്ണി ബാലകൃഷ്ണൻ, നികേഷ് കുമാർ എന്നിവർ നേരത്തെ തന്നെ റിപ്പോർട്ടർ ടിവി വിട്ടുപോയിരുന്നു. ഇപ്പോൾ സുജയ് കൂടി പോകുന്നതോടെ ചാനലിന്റെ റേറ്റിംഗ് ഗണ്യമായി കുറയുമെന്നാണ് വിലയിരുത്തൽ. ഒരാൾക്കൊരു ദുരന്തം വരുമ്പോ എങ്ങനെയാണോ? ദുരന്തം എനിക്കല്ലടാ, നിനക്കാ. നീ കെട്ടിയിരിക്കുന്ന സുനാമിയാണ്. അടുത്ത മാസം പകുതിയോടെ ബിഗ് ടിവി സംരക്ഷണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് 24 ന്യൂസ് ചാനലാണ്. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി.